നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ അർജൻറ്റീന ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് കടന്നുപോയിരിക്കുകയാണല്ലോ. ഇന്ന് ഒരു ചരിത്രമാണ് കുറിച്ചിരിക്കുന്നത് എന്നാണ് അർജൻറ്റീൻ താരങ്ങളുടെ ഒക്കെ ഒരു പക്ഷം. അർജൻറ്റീനയുടെ പ്രധാന താരങ്ങൾ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു, വിജയത്തിന് ശേഷമുള്ളവരുടെ വാക്കുകൾ, വോയിസ് ഓഫ് അർജൻറ്റീൻ പ്ലേയേഴ്സ് നമ്മളിന്ന് പരിശോധിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യുന്നത് എമിലിയാനോ മാർട്ടിനസിനെ വെച്ചാണ്. എമി മാർട്ടിനസ് കളിക്ക് ശേഷം പറഞ്ഞത്, എതിരാളികളെക്കുറിച്ച് ഞങ്ങൾ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് നറുക്കെടുപ്പ് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ എതിരാളികളെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു. പക്ഷേ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ടഫാണ് എന്നുള്ളത്. ബെസ്റ്റ് ടീം തന്നെ വിജയിച്ചു കൊള്ളണമെന്നില്ല. ബെസ്റ്റ് ടീമിനെ ഫേസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, പക്ഷേ എപ്പോഴും ബെസ്റ്റ് ടീം തന്നെ വിജയിച്ചു കൊള്ളണമെന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങൾ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് ഉണ്ടല്ലോ, 2-3 സ്കോഡ് ഉണ്ടാക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ടീമാണവർ. അത്രയും താരബാഹുല്യമുണ്ട്. പക്ഷേ ഞങ്ങൾ അവർക്കെതിരെ ആധിപത്യത്തോടു കൂടിയാണ് കളിച്ചത്. ഈ സെമി ഫൈനൽ മത്സരം ഞങ്ങൾ കഴിഞ്ഞ സെമി ഫൈനൽ മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ എങ്ങനെ കളിച്ചു അങ്ങനെ തന്നെയാണ് കളിച്ചത്. അതിനപ്പുറത്തേക്കുള്ള പ്രഷറൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉണ്ടായിരുന്ന എബിലിറ്റീസ് വെച്ച് നമ്മൾ കളിച്ചു. ഇതൊരു സ്പെഷ്യൽ മാച്ചാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇതൊരു സെമി ഫൈനലാണ്, ആ അർത്ഥത്തിലാണ് കണ്ടത് എന്നുകൂടി എമി മാർട്ടിനസ് പറയുന്നു. അതോടൊപ്പം തന്നെ നല്ല രൂപത്തിൽ എൻജോയ് ചെയ്യുന്നു. വീണ്ടും വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തി. അതൊരു ബുദ്ധിമുട്ടേറിയ പ്രോസസ്സായിരുന്നു. വിജയിക്കുക, ഇനി കിരീടം ചൂടുക എന്നുള്ളത് വീണ്ടും ഹാർഡറാണ്, ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെയാണ് നമ്മളിവിടെ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിനി അത് അച്ചീവ് ചെയ്യണം, വേൾഡ് കപ്പിന് പ്രിപ്പയർ ചെയ്യണം എന്നാണ് എമി മാർട്ടിനസ് പറയുന്നതെങ്കിൽ, മറ്റൊരു മാർട്ടിനസ്, ലിസാൻഡ്രോ മാർട്ടിനസ് പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളോട് കള്ളം പറയുന്നില്ല, നമ്മളെല്ലാവരും അർജൻറ്റീനക്കാരല്ലേ, ആരാധകർക്ക് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് തന്നെയാണ് എനിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ടിനെതിരെയുള്ളൊരു മത്സരത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് ഫ്രം ദി ഫസ്റ്റ് മിനിറ്റ്. സോ ഞങ്ങൾ ഒരുപാട് സഫർ ചെയ്തു, കാരണം അവരൊരു ടഫ് ഓപ്പണൻ്റാണ്. പക്ഷേ ഇൻ ദി എൻഡ് ഞങ്ങൾ എല്ലായ്പ്പോഴും വിജയിക്കാനുള്ളൊരു ഇനീഷ്യേറ്റീവ് നമ്മളെടുക്കും. വിതൗട്ട് ഫിയർ കളിക്കുന്ന ടീം നമ്മളാണ്. സോ വിജയം അത്രയധികം നമുക്ക് ആവശ്യമായിരുന്നു, നമ്മളത് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ മത്സരത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് ഓരോ അർജൻറ്റീനക്കാരനും ആ രൂപത്തിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഹൃദയം നിറക്കുന്നത്. ആളുകൾക്ക് ആ ഒരു കണക്ഷൻ ഉണ്ട്. ടെലിവിഷനിൽ ആളുകൾ ടീമിൻ്റെ കളി കാണുന്നതും ഒക്കെ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള സ്നേഹം ലഭിക്കുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. അതേസമയം ലിയാൻഡ്രോ പെരേഡസ് പറയുന്നത്, റിസൾട്ടിനപ്പുറം ഓപ്പണൻറ്റിനപ്പുറം നമ്മളൊരു മികച്ച മത്സരമാണ് കളിച്ചിരിക്കുന്നത്. എൻ്റർ ഗെയിം നമ്മൾ കൺട്രോൾ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്ത് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി ലിയാൻഡ്രോ പെരേഡസ് എടുത്തു പറയുന്നു. നമ്മൾ സഫർ ചെയ്തത് അവർ ഗോളടിച്ചൊരു സമയത്ത് മാത്രമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സരത്തിൽ തിരിച്ചു വന്നു, വീണ്ടും വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇംഗ്ലണ്ട് ടീം എന്താണെന്നും നമ്മുടെ രാജ്യത്തിന് ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. സോ അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇന്നത്തെ മത്സരത്തിൽ എന്തൊക്കെ സംഭവിച്ചോ അതും തീർച്ചയായിട്ടും ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി പരേഡസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി വേൾഡ് കപ്പ് നേടാൻ പറ്റുമോ, ഫൈനലിലേക്കല്ലേ കടക്കുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് അതിനും മറുപടിയുണ്ട്. ഞങ്ങൾക്കറിയാം ഇത് പോസിബിൾ ആണ് എന്നുള്ളത്. ഏതായാലും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മത്സരമായിരിക്കും. അവർ വളരെ ഗ്രേറ്റ് ടീമാണ്. വേൾഡ് കപ്പ് എപ്പോഴും വളരെ ടഫാണ്. ദാറ്റ്സ് ഹൗ ദി ഫൈനൽ ഈസ് ഗോയിങ് ടു ബി എന്നുകൂടി ഇപ്പം ലിയാൻഡ്രോ പെരേഡസ് പറയുന്നുണ്ട്. അതേസമയം അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നത്, നമ്മുടെ വേൾഡ് കപ്പിലെ ബെസ്റ്റ് മാച്ചുകളിൽ ഒന്നാണ് നമ്മൾ കളിച്ചിരിക്കുന്നത്. നമ്മൾ ഡിഫൻസിൽ കുറച്ചുകൂടി അഗ്രസീവായിരുന്നു. വളരെ കുറച്ചധികം നമ്മൾ റിസ്കുകൾ എടുത്തു. നമ്മൾ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വി പ്ലേഡ് അഗെയിൻസ്റ്റ് എ ടീം ദാറ്റ് ലെറ്റ് us പ്ലേ ബിറ്റ് മോർ. നമ്മളെ കളിക്കാൻ അനുവദിച്ചൊരു ടീമിനെതിരെയാണ് നമ്മൾ കളിച്ചത്. ഓവറോൾ നല്ലൊരു മാച്ചായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഗോളിൽ നിന്ന് സഫർ ചെയ്തു, പക്ഷേ അതിൽ നിന്ന് നമ്മൾ ശക്തമായിട്ട് തിരികെ വന്നു എന്നുകൂടി ഇപ്പം അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നുണ്ട്. സ്പെയിനെതിരെയുള്ള കളിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, വി ബിലീവ് സ്പെയിൻ ഈസ് എ ഗ്രേറ്റ് ടീം. ശരിയാണ്, പക്ഷേ ഞങ്ങളാണെങ്കിലോ നിലവിലെ ചാമ്പ്യന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേറ്റ് ഫൈനലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എബോവ് ഓൾ ഇത് രണ്ട് നല്ല രൂപത്തിലുള്ള ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിക്കുന്ന ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിരിക്കും എന്നുകൂടി ഇപ്പോൾ അലക്സിസ് മാക്കലിസ്റ്റർ പറയുന്നു. അതേസമയം ലൗട്ടറോ മാർട്ടീനസ്, ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ലൗട്ടറോ മാർട്ടീനസ് ഈ ഒരു കളിയെക്കുറിച്ച് പറയുന്നത്, തീർച്ചയായിട്ടും വലിയ സന്തോഷമുണ്ട്.
ഈ ഒരു ഗോള് എൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമായിരുന്നു. എനിക്ക് ആദ്യ ബൂട്ടുകൾ കിട്ടിയത് മുതൽ ഞാൻ ഇത്തരത്തിലുള്ളൊരു നിമിഷം ആഗ്രഹിച്ചിരുന്നു എന്നുകൂടി ഇപ്പം അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അർജൻറ്റീനയുടെ ഓരോ താരങ്ങളും വലിയ സന്തോഷത്തിലാണ്. അവർ അടുത്ത മത്സരം പൊളിച്ചെടുക്കാനുള്ള ശ്രമത്തിലുമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.